ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു സോളോ റാങ്കഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ കിട്ടിയ മാപ്പ് പറഞ്ഞാൽ നെസട്രയാണ്. അത് നോക്കുമ്പോൾ കുറേ എനിമീസിൻ്റെ ഒപ്പം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ബോക്സിംഗ് ജിമ്മിലേക്കാണ് എന്തായാലും ഇറങ്ങാൻ പോണത്. അതേപോലെ ഒരു കാര്യം പറയാനുള്ള, ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും സബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലേ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യാൻ എനിക്ക് സപ്പോർട്ട് തരിക. നമ്മളിപ്പോൾ ബോക്സിംഗ് ജിമ്മിലേക്കാണ് ഇപ്പം ഇറങ്ങുന്നത്. അവിടുന്ന് ആവശ്യമുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാനാണ് പ്ലാൻ. അത് താഴെ കൂടെ ഒരു എനിമി ഓടുന്നുണ്ട്. നമ്മൾ അവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി നിൽക്കണ്ടായിരുന്നു. പിന്നെ ആവശ്യമുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ ബോക്സിംഗ് ജിമ്മിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അവിടുത്തെ കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു എനിമി വന്നപ്പോൾ ആ എനിമീനെ അപ്പം തന്നെ ഫിനിഷ് ചെയ്ത്. പിന്നെ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെറ്റ് പോയി വന്ന് ഇരിക്കുകയായിരുന്നു. ആവശ്യമുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ ഇതാകണതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ എനിമിയും കൂടി, ആ എനിമീനെയും കൂടെ ഫിനിഷ് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ആ നെറ്റ് പോയി. പിന്നെ ഇപ്പം അങ്ങനെ ഒരു തരത്തിൽ നെറ്റൊക്കെ വന്ന് ഒരു തരത്തിൽ ആ എനിമീനെ ഫിനിഷ് ചെയ്ത് എടുക്കുമ്പോഴാണെങ്കിൽ അടുത്ത എനിമി, ആ എനിമീനെ എന്തായാലും ഫിനിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിനും നെറ്റ് പോയി വേറെ എനിമി അതിനെ ഫിനിഷും ചെയ്ത്. ഗ്ലൂ വാൾ ഇട്ടൊന്നും വരുന്നില്ല. പിന്നെ അവസാനം ഗ്ലൂ വാളൊക്കെ ഒരു തരത്തിലിട്ടും മെഡിക്കറ്റ് അടിക്കാൻ വന്നപ്പോൾ അപ്പുറത്ത് കൂടെ വേറെ എനിമി പോണ്. അപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് വേറെ ഒന്ന് റഷ് ചെയ്ത് വരുന്നുണ്ടപ്പോൾ ഗ്ലൂ വാളിട്ട് കവർ എടുക്കാൻ നോക്കിയപ്പോൾ നെറ്റ് പോയി. വീണ്ടും എനിമിയുടെ കൈ കൊണ്ട് ചത്ത്. പക്ഷേ സെൽഫ് റിവൈവ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ഒരോട്ടം കൂടെ ആ എനിമീനെ എന്തായാലും കൊല്ലണം എന്നൊക്കെ വിചാരിച്ചാൽ ഇറങ്ങിയത്. പക്ഷേ ആ എനിമീനെ എന്തായാലും കിട്ടാൻ പോകില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളപ്പം അതിൻ്റെ സൈഡിൽ വേറൊരു വീട്ടിലേക്ക് നൈസായിട്ട് പോകാനാണ് വിചാരിച്ചിരിക്കണേ. അപ്പം വേറൊരു വീട്ടിലേക്ക് അവിടെയുള്ള ഏതെങ്കിലും നല്ല ഗൺസ് കിട്ടുകയാണെങ്കിൽ ആ ഗണ്ണ് വെച്ച് കളിയെടുക്കാനാണ് വിചാരിക്കണത്. അപ്പോൾ പിന്നെ നമ്മളപ്പോൾ ഒരു വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു സ്കില്ല് കിട്ടിയിട്ടുണ്ട്, വേറൊരു ക്യാരക്ടർ സ്കില്ല് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഓറിയോനാണ്. ഓറിയോൻ്റെ ക്യാരക്ടറിൻ്റെ എബിലിറ്റി നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ ആവശ്യമുള്ള സമയത്തൊക്കെ എനിമീസിനൊക്കെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് ഞാനപ്പോൾ ആ ക്യാരക്ടർ സ്കില്ല് വെച്ചിട്ടുള്ളത്. പിന്നെ ലെവൽ 1 വെസ്റ്റൊക്കെയാണ് ആകെ കയ്യിലുള്ളൂ. മറ്റേ ഹെൽമെറ്റ് ലെവൽ 1 ആണ്. വെസ്റ്റ് ലെവൽ 3 ഉണ്ട്, അത് മാത്രമാണ് ആകെ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ആ വെസ്റ്റ് ലെവൽ 4 എങ്ങനെയെങ്കിലും ആക്കണം. അതുപോലെ ഹെൽമെറ്റ് ലെവൽ 3 ആക്കണം. അപ്പോൾ നമുക്ക് ഗണ്ണപ്പോൾ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ബൈസണും കിട്ടി, ഒരു MI2B കിട്ടി. MI2B അറിയില്ല, ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നന്നായിട്ട് ഫയർ ചെയ്യാൻ കഴിയുന്ന ഒരു ഗണ്ണാണ്. അതിൻ്റെ ഇടയ്ക്ക് ട്രോസൻ കിട്ടിയിട്ടോ. ട്രോസൻ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗണ്ണാണ് ഫ്രീ ഫയറിലെ. പിന്നെ നമ്മൾ ട്രോസൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ആ ഗണ്ണെടുത്ത് നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അപ്പോൾ തന്നെ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഒരു എനിമി ഓടി വരുന്നുണ്ടായിരുന്നു. നമ്മൾ സിറ്റ് ചെയ്ത് അടിക്കാൻ നോക്കുമ്പോൾ എന്തായാലും ഒരു 80 സംതിങ് ഡാമേജ് കൊടുത്തു. പിന്നെ പതുക്കെ കവറെടുത്ത് കളിക്കാൻ വിചാരിച്ചു. പിന്നെ എനിമി വന്ന് ആ എനിമീനെയും കൂടി കില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രിപ്പിൾ ടേക്ക് കൊണ്ട് എടുത്തു. 3 പേരെ നമ്മൾ കില്ല് ചെയ്ത് നമ്മൾ വേഗം പോയി ഗ്ലൂ വാളിട്ട് കവറൊക്കെ എടുത്ത് മെഡിക്കറ്റ് അടിക്കാൻ വിചാരിച്ചു. മെഡിക്കറ്റ് അടിക്കുമ്പോൾ മെഡിക്കറ്റൊന്നുമില്ല. പിന്നെ സ്മോക്കൊക്കെ ഇതാക്കി. പിന്നെ അവിടെ ചെന്നപ്പോൾ ഒരു മെഡിക്കറ്റ് കിട്ടി. മെഡിക്കറ്റ് അടിക്കാൻ നേരത്തെ തന്നെ ഹീലിംഗ് ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് HP ഒക്കെ ഓക്കെ ആയി. ഇനി കുറച്ച് നമുക്ക് EP വേണം. ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത് മുകളിൽ നോക്കുമ്പോൾ വേറൊരു എനിമി, ആ എനിമി നമ്മൾ കണ്ടില്ല എന്ന് പറയണ പോലെയൊക്കെ. ആ എനിക്ക് നല്ല ഗണ്ണ് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കുറേ വട്ടം സ്കോപ്പ് ചെയ്ത് അടിക്കാൻ നോക്കി, നടക്കണില്ല. പിന്നെ ട്രോസം കൈ പിടിച്ചിരിക്കുന്നു. എനിമി റഷ് ചെയ്ത് തരും പഠിക്കാൻ വിചാരിച്ച്. പിന്നെ അങ്ങോട്ട് റഷ് ചെയ്ത് പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അങ്ങനെ റഷ് ചെയ്ത് ചെല്ലുകയാണ്. അതിനും വേഗം ഒരു ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ എടുത്താണ് ചെല്ലണത്. അതിനും എനിമി കയറി വന്നിട്ട് നമുക്ക് കുറച്ച് ഡാമേജ് കൊടുത്തു. ഡാമേജ് എടുക്കാൻ നേരത്ത് അവൻ ഗ്ലൂ വാളിട്ട് കവർ എടുത്തു. വേറെ റഷ് ചെയ്ത് വന്നിട്ട് എന്തായാലും ആ എനിമീനെ കില്ല് ചെയ്ത് നമ്മൾ ടോട്ടൽ 4 പേരെ കില്ല് ചെയ്ത്. അതിൽ നമുക്കിപ്പം ഇപ്പോഴും സ്റ്റിൽ അലൈവായിട്ട് 24 പേരുണ്ട്. 24 പേര് ഇപ്പോഴും സ്റ്റിൽ അലൈവാണ്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഗണ്ണുകളൊക്കെ സെറ്റാണ്. എല്ലാ ഗണ്ണും ഉണ്ട്. MI2B ഉണ്ട്, റോസനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അടിപൊളിയായിട്ടുള്ള കളിക്കാനൊക്കെ കഴിയും. നല്ല ഗണ്ണൊക്കെ കിട്ടി, സെറ്റാണ്. ഇനിയിപ്പം എനിമീസിനെ റഷ് ചെയ്ത് അടിച്ചാൽ മതി. ഇനിയിപ്പോൾ കുറച്ച് EP ഒന്ന് സെറ്റാക്കാനുണ്ട്. എന്നാലും ഓറിയൻ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ശരിയാകുള്ളൂ. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വീട്ടിൽ കയറി
മേളിൽ കയറിയെന്നോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കി എനിമീസിനൊക്കെ ഇല്ലേ ഞാൻ വിചാരിച്ച്. ഈ കളി എനിക്ക് ഭയങ്കര ക്ഷമയുള്ള കളിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലാഗായിട്ടുള്ള കളിയൊക്കെ ആയിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോകണോണ്ട് ചെറിയൊരു ബോറൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ വട്ടം സ്കോപ്പ് ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ എനിമിയൊക്കെ വരുന്നുണ്ടോ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എനിമി ഈ വീടിനങ്ങോട്ട് വരുന്നില്ല. അപ്പുറത്തൊക്കെ പോയി നോക്കുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ മുകളിലേക്ക് കയറാൻ വിചാരിച്ചു. മുകളിലേക്ക് കയറി അവിടെ ലൂട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ലൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സൂപ്പർ മെഡ് ആവശ്യമുണ്ടായിരുന്നു. സൂപ്പർ മെഡ് നോക്കി കിട്ടിയില്ല. പിന്നെ നോക്കി മുകളിലൊക്കെ നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കളിച്ച് ഈ കളി എങ്ങനെയെങ്കിലും നല്ലൊരു മാച്ച് ആകണം എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എനിമീസിനെ സ്പോട്ട് ചെയ്യാൻ കഴിയില്ല. എനിമീസിനൊന്നും കാണുന്നില്ലാത്തതുകൊണ്ട് തന്നെ എനിമീസിന് നമ്മൾ മുകളിലൊക്കെ കയറി നോക്കുന്നുണ്ട്. ടോപ്പിൽ നമ്മളുടെ ആ വീടിൻ്റെ ടോപ്പിലൊക്കെ കയറി നോക്കുന്നുണ്ട്. നമ്മുടെ ബോക്സ് ജിമ്മിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വരുമ്പോൾ സ്കോപ്പ് അടിക്കാമെന്ന് വിചാരിച്ച് നോക്കി കാണാം. അപ്പോഴത്തേക്കും സോണൊക്കെ വരുന്നുണ്ട്. ആ സോണൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പതുക്കെ ഇറങ്ങി. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് വേഗം ഹൈഡ് ചെയ്യാനുള്ള നല്ലൊരു പ്ലേസും ആണല്ലോ. കുറേ വട്ടം സോണിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇതൊരു കാറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കാറിൽ നമ്മൾ ഡാമേജ് കൊടുത്ത് കാറ് ഇതായി. പക്ഷേ ആ എനിമി രക്ഷപ്പെട്ടു സ്കൂട്ടായി. ആ എനിമീനെ എങ്ങനെയെങ്കിലും കില്ല് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ റൂഫ് ടോപ്പിൻ്റെ മുകളിൽ പോയി നോക്കുമ്പോൾ എനിമി അവിടെ നിന്ന് കവർ എടുത്ത് പോയിട്ടുണ്ട്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോണ് വരുന്നു കഴിയുമ്പോൾ ഇറങ്ങാൻ വിചാരിച്ച് നിൽക്കണം. എനിമി എങ്ങാനും ഇനി പുറത്തേക്ക് വരികയാണെങ്കിൽ ആ സോണിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആ എനിമീനെയും കൂടി കില്ല് ചെയ്യാമല്ലോ വിചാരിച്ച് MI2B കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. MI2B അറിയാമല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് ഗണ്ണാണ്. ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി അടിക്കും. നല്ലൊരു സ്നൈപ്പർ ഗണ്ണാണ്. സോണ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ കൂടുതൽ അവനും തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവന് കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് 123 ഡാമേജൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ കൂടെ കടിച്ചവനെ തീർത്ത് പെൻഡാട്ടൈക്കോൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 കില്ല് ടോട്ടൽ എടുത്തിട്ടുണ്ട്. 11 പേര് ഇപ്പോഴും സ്റ്റിൽ അലൈവാണ്. എങ്ങനെയെങ്കിലും നമ്മൾ സോണിൻ്റെ ഉള്ളിൽ കയറാനാണ് നോക്കണേ. സോണിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി അപ്പോൾ ഫൈനൽ ഫൈറ്റ് എന്നൊക്കെ ജെറിയനെ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ സ്മോക്കൊക്കെ വലിച്ച് മാക്സിമം EP HP ഒക്കെ സെറ്റായിട്ടാണ് ഉള്ളിലേക്ക് കയറാൻ നിൽക്കണേ. ഹൈഡ് ചെയ്ത് കളിക്കാൻ വിചാരിച്ചപ്പോൾ മുമ്പ് കൂടെ ഒരു എനിമിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ആ എനിമീനെ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സോണിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ചാവും. അപ്പം സോണ് നല്ല പോലെ HP ഒക്കെ കൊണ്ടുപോയി കളയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ കവറെടുത്ത് കളിക്കണേ. നമ്മൾ കുറച്ച് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കി എടുത്തിട്ടുണ്ട്. അവിടെ എനിമി മരത്തിൻ്റെ ബാഗിലുണ്ടായിരുന്നു. ഞാൻ കണ്ടു. പിന്നെ ഞാൻ എടുത്തില്ല. അപ്പുറത്ത് കൂടെ മേളിൽ കയറി വരാമെന്നല്ലോ വിചാരിച്ച് നോക്കുമ്പോൾ അപ്പുറത്തൊരു എനിമി. അതിൻ്റെ എനിമീനെ സ്പോട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് അടിക്കാമല്ലോ വിചാരിച്ച് നോക്കിയപ്പോൾ കിട്ടിയില്ല. പിന്നെ മെഡിക്കറ്റൊക്കെ കാര്യങ്ങളൊക്കെ അടിക്കാൻ വിചാരിച്ച് മെഡിക്കറ്റൊക്കെ അടിച്ച് പതുക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സ്കോപ്പ് ചെയ്ത് ഓരോ ഇതൊക്കെ ഗ്ലൂവാളിനുള്ളിൽ കൂടെ കിട്ടണോണ്ട് കുറേ വട്ടം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എനിമിയെ കാണുന്നില്ല. അപ്പോൾ അതിനും പിന്നെ അപ്പുറത്ത് വേറൊരു എനിമി പാലത്തിൻ്റെ മണ്ടയിലുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി അടിക്കാൻ വിചാരിച്ചു. അതിനെ പോയി അടിക്കാൻ വിചാരിച്ചിരുന്നപ്പോൾ അതൊക്കെ റഷ് ചെയ്ത് വന്ന് അതിനൊരു 74 ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്കും വേറൊരാൾ നമ്മളെ കംപ്ലീറ്റ് ആക്കി.